ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ചിക്കൻ കോഫ്തയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്നോ, आज हम बनाने जा रहे चिकन कोफ्ता. दिखाएंगे कैसे. बोनलेस चिकन 1/2 किलो, आधा किलो बोनलेस चिकन लिया है. थोड़ा पीस के आएंगे. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. चिकन നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. चिकन अच्छा से पीस के आया है. मिक्सी का जार में डालने से अच्छा से पीस हो जाएगा. थोड़ा थोड़ा डालना चाहिए. കുറച്ച് ഇട്ട് കൊടുത്താൽ ഏത് ജാറിനകത്ത് നമുക്കിത് അരച്ചെടുക്കാം. നമുക്കിതൊരു പാത്രത്തിനകത്ത് മാറ്റാം. ചിക്കൻ പീസ് का रखा है, एक बर्तन में डालो. अरच വെച്ച ചിക്കനിലായിട്ടുണ്ട് पीस करके रखा हुआ चिकन में नमक डालेंगे. നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ജീര പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഗോൾ മിർച്ചി का पाउडर 1 ടീസ്പൂൺ, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അദ്രക് ലഹസുൻ का पेस्ट 1 ടേബിൾ സ്പൂൺ. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് 1 എണ്ണം. 1 प्याज छोटा छोटा काट के रखा है. करिया पत्ता छोटा छोटा काट के रखा है. इसका जगह में धनिया पत्ता डालने से भी अच्छा है. करियापत्तയ്ക്ക് പകരം മല്ലിയില ഇട്ടാലും നല്ലതാണ്. നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി छोटा छोटा काट के, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ തൈരാണ്, 2 ടേബിൾ സ്പൂൺ ദഹി डालेंगे. अच्छे से मिक्स करना है. നല്ലതായിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 5 പീസ് ബ്രെഡ് എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതും കൂടെ ഇട്ട് കൊടുക്കാം. 5 പീസ് ബ്രെഡ് കാട്ട് के रखा है, वो भी डाल दें. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. കൈ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. हाथ से अच्छे से मिला दीजिएगा. 5 पीस ब्रेड स्लाइस डाला है, अच्छा से टाइट हो गया. देखिए 5 പീസ് ബ്രെഡ് സ്ലൈസ് ആണ് ഞാൻ ഇതിനകത്തിട്ടിരുന്നത്. നല്ലതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. उसके लिए चिकन बॉल बनाएंगे. चिकन बॉल एല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. चिकन का बॉल सब बना के रखा है. तेल गरम हो गया, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടിട്ട് വറുത്തെടുക്കാം. इसमें डाल के फ्राई करना है. चिकन बॉल फ्राई हो गया, निकाल देंगे. चिकन बॉल എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ബാക്കി भी डालेंगे. നമുക്ക് ബാക്കി കൂടെ ഇട്ടു കൊടുക്കാം. രണ്ടാമതെടുത്തതും आइटुंडा നമുക്ക് എടുക്കാം. दोबारा डाला हुआ चिकन बॉल भी रेडी हो गया, निकाल देंगे. 2 टेबल स्पून എണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കിയിട്ടുണ്ട്. 2 टेबल स्पून तेल डाल के पैन गरम हो गया. 2 प्याज डाल दें, 2 ഉള്ളി ഇട്ട് കൊടുക്കാം. 5 हरी मिर्च डाला है. 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1 പിടി പറങ്ങാണ്ടി, 1 കുട്ടി കാജു, 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്, 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ വറുത്തെടുക്കാം. ഉള്ളി നമ്മൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത്രയും പരുവത്തി മതി. एक टाइम में ऑफ करके ठंडा करने के लिए रखेंगे. നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. प्याज और काजू ठंडा हो गया, पीस करके आएंगे. നമ്മുടെ ഉള്ളിയും പറങ്ങാണ്ടിയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. इसमें थोड़ा पानी डाल के अच्छे से पीस के आएंगे. 2 टेबल स्पून എണ്ണ ചൂടാക്കിയിട്ടുണ്ട് പാനിനകത്തോട്ട്. पैन में 2 टेबल स्पून तेल डाल के गरम हो गया. 3 इलायची डाल के 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 टेबल स्पून, 1 टेबल स्पून अदरक लहसुन का पेस्ट, वो भी डालेंगे. നന്നായിട്ട് വഴറ്റിയെടുക്കുക. अदरक लहसुन का पेस्ट अच्छे से फ्राई होना चाहिए. अदरक लहसुन पेस्ट अच्छा से हो गया. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അരച്ച് വെച്ചിട്ടുള്ള ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അച്ചത്ത് മിക്സ് ആക്കുക. തല നമ്മൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ
गरम मसाला 1 टीस्पून इट കൊടുക്കാം 1 टीस्पून गरम मसाला पाउडर थोड़ा सा नमक കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം 1 टीस्पून गोल मिर्ची का पाउडर കുരുമുളകിൻ്റെ പൊടി 1 टीस्पून ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി 1/2 टीस्पूൺ जीरा पाउडर 1/2 टीस्पूൺ अच्छे से मिलाएंगे നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം 2 ടേബിൾ സ്പൂൺ ദഹി डालकर 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക अच्छे से मिक्स करना कसूरी मेथिയാണ് എടുത്തിരിക്കുന്നത് കസൂരി മേത്തി लिया है हाथ में लेके कई കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് വേണം ഇതിടാൻ अच्छे से रगड़ के डाल दीजिए 1 कप पानी डाल दें നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം अच्छे से बॉईल करना है मसाला നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു अच्छे से गरम हो गया मसाला अभी बना के रखा है इसमें डालेंगे നമുക്ക് ഈ ബോൾ ഉണ്ടാക്കി വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ തീയിലിട്ട് നമുക്കിത് 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം लो फ्लेम में डाल के 10 मिनट अच्छे से पकने के लिए रखेंगे 10 मिनट നമുക്കിത് വേവിക്കാൻ വെക്കാം 10 मिनट ആയി നമ്മുടെ കോഫ്ത റെഡി ആയി കഴിഞ്ഞു 10 मिनट हो गया कोफ्ता रेडी हो गया देखेंगे थोड़ा फ्रेश क्रीम ऊपर में डालेंगे നമുക്ക് ഇതിൻ്റെ മേലിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും थोड़ा धनिया पत्ता भी डालेंगे अभी सर्विंग डिश में डालना है നമ്മൾ സർവിംഗ് ഡിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കോഫ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ट्राई ചെയ്ത് നോക്കണം सब लोग थोड़ा ट्राई करके देखिएगा अच्छा लगेगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वाचिंग